2018 പ്രളയത്തിൽ തകർന്ന അടിമാലി 12-ാം മൈലിലെ പാലത്തിന്റെ പുനർനിർമ്മാണം അനന്തമായി നീളുന്നു. പാലത്തിന്റെ തകർന്ന ഭാഗത്ത് താൽക്കാലിക തടിപ്പാലം ഒരുക്കിയാണ് നാട്ടുകാർ സഞ്ചാരം സാധ്യമാക്കിയിട്ടുള്ളത്. ഇനിയെങ്കിലും ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തി പാലം പുനർനിർമ്മിച്ച പ്രദേശവാസികളുടെ യാത്ര സുഗമമാക്കണമെന്ന ആവശ്യമാണ് വീണ്ടും ഉയരുന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 12-ാം മൈലിനെയും മെഴുകിൻചാലിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് ദേവിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരുന്ന പാലത്തിന്റെ മധ്യഭാഗം 2018 പ്രളയത്തിലായിരുന്നു ഒഴുകിപ്പോയത്. മെഴുകിൻചാൽ മേഖലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലേക്ക് എത്തിയിരുന്നത് തകർന്ന ഈ പാലത്തിലൂടെയായിരുന്നു. തകർന്ന പാലത്തിനു പകരം പുതിയ പാലം നിർമ്മിക്കണമെന്ന് നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പാലത്തിന്റെ പുനർനിർമ്മാണം അനന്തമായി നീളുകയാണ്. ഈ വേനൽക്കാലത്തെങ്കിലും പാലത്തിന്റെ പുനർനിർമ്മാണം സാധ്യമാക്കണമെന്ന ആവശ്യം ഈ പാലത്തെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നവർ മുമ്പോട്ട് വയ്ക്കുന്നു. ഒഴുകിപ്പോയ പാലത്തിന്റെ മധ്യഭാഗത്ത് നാട്ടുകാർ ചേർന്ന് തടികൊണ്ട് താൽക്കാലിക യാത്രാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഉറപ്പൊന്നുമില്ലാത്ത ഈ താൽക്കാലിക സംവിധാനത്തിന് മുകളിലൂടെയാണ് പ്രായമായവരുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും എല്ലാം ഇപ്പോഴത്തെ യാത്ര. കൈവിരി പോലുമില്ലാത്ത ഈ പാലത്തിൽ നിന്ന് കാലൊന്നു വഴുതിയാൽ അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും. ന്യൂസ് ബ്യൂറോ, അടിമാലി.